ഹലോ ഗൈസ്, സുപ്രഭാതം. ഇന്നലെ വർഷയുടെ വീട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പി സമാധാനമായിട്ടൊരു സൂപ്പർ ഉറക്കം ഉറങ്ങിയത്. പക്ഷെ അവളാണെങ്കിൽ ചവിട്ടിത്തൊഴുപ്പ് വീട് മാറി കിടന്ന് ഉറങ്ങി ശീലിച്ചിട്ട് ഇപ്പുറത്ത് വന്നപ്പോൾ അവൾക്ക് ഉറക്കം വരണില്ല. ഞാനാണെങ്കിൽ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. എന്തായാലും രാവിലെ എഴുന്നേറ്റ് ഗൈസ് എന്നിട്ട് കണ്ടു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഒക്കെ പിടിച്ച് കുറച്ച് അമ്പലങ്ങളിൽ പോവാറുണ്ട് ഗൈസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ അമ്പലങ്ങളുണ്ട്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇന്ന് പോകണം. എന്നിട്ട് ഇന്ന് ഫാമിലി ഡേ ആയിരിക്കും, ചില്ലിങ് ഡേ ആയിരിക്കും. സുക്കുടുമണി ഒരുങ്ങിയൊക്കെ ഇറങ്ങിയോ? പക്ഷേ ഗുഡ് മോർണിംഗ്. ഉറങ്ങിയോ നല്ലതായിട്ട്? ഞാൻ പറയായിരുന്നു, നീ മാത്രം ഉറങ്ങിയില്ല, ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയെന്ന്. അതെന്തുപറ്റി? അപ്പുറത്ത് റൂമിൽ കിടക്കണമായിരുന്നു. അയ്യോടാ, നമുക്ക് ഇറങ്ങിയാലോ അമ്പലത്തിലോട്ട്? ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാലികോണം ഭദ്രകാളി ദേവി ക്ഷേത്രം. തൊഴുവട്ടെ ഗൈസ്. നമ്മളങ്ങനെ ഇരട്ടക്കുളങ്ങര എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരമാണ് ആൽമരം. ആഹാ, നല്ല ആംബിയൻസ് ഉള്ള അമ്പലമാണ്. നിങ്ങൾ തൊഴുതിട്ട് വരാം കേസ്. ഇരട്ടക്കുളങ്ങരയും തൊഴുത് അതിൻ്റെ ഇപ്പുറത്തൊരു ചെറിയ കാവുണ്ട് കേസ്. ഇവിടെ ഒരു വലിയ ആൽമരമുണ്ട്. ആഹാ, എന്ത് ഭംഗി! ഇത്രയും വലിയൊരു ആൽമരം പൊങ്ങി വരെ എത്ര വർഷം വേണ്ടി വരുമോ നിങ്ങളൊന്ന് ഗസ് ചെയ്യുക കേസ്. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്കും അതിന്റെ സൈഡിലുണ്ടല്ലോ ഒരു താമര കേസ്. അയ്യോ, എന്ത് രസമല്ലേ അത്! ഈ കുഞ്ഞു കുളത്തുനിന്നാണ് ഇത് വന്നത്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് താമര ഇടാം അല്ലേ? ഹായ്, ഈച്ച ആ, നല്ല രസമല്ലേ അത് കാണാൻ കേസ്. നോക്കിയാണ് നല്ല ഭംഗിയുള്ള താമര. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ തൊഴുത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ നിറങ്ങാം.